അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇപ്പത്തെ ട്രെൻഡിങ് ആണല്ലോ, എല്ലാരും മാക്സ് 7ന്റെ പിന്നാലെയാണ്. എന്താണ് മാക്സ് 7, എന്തിനാണ് മാക്സ് 7? ചാനൽ ചർച്ചകളിൽ അനാവശ്യമായിട്ട് നീട്ടിക്കൊണ്ടുപോയി അവരെ തീവ്രവാദികൾ വരെ ആക്കിക്കൊണ്ടിരിക്കുന്ന സമയമാണ് ഇപ്പോൾ. അപ്പം ഞാനിപ്പോൾ ഉള്ളത് കൊണ്ടോട്ടി മേലങ്ങാടി GMLP സ്കൂളിൽ ഒരു വർഷത്തിന് മുകളിലായി മാക്സ് 7ൽ പങ്കെടുക്കണം നമ്മുടെ കുറച്ച് പ്രിയപ്പെട്ട ചങ്കയുടെ കൂടെയാണ് ഉള്ളത്. ഇവരെ അഭിപ്രായത്തിൽ എന്താണ് ഈ മാക്സ് 7 എന്നും ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്താണെന്നും ദോഷങ്ങൾ എന്താണെന്നും ഇവർക്ക് വന്ന മാറ്റങ്ങൾ എന്താണെന്നുള്ളത് ജസ്റ്റ് നമ്മളൊന്ന് കേട്ടു നോക്കാം. എന്നിട്ട് നാട്ടുകാർ തീരുമാനിക്കും ഇതെന്താണ് മാക്സ് 7, എന്തിനാണ് ഇങ്ങനെ ഒരു അനാവശ്യമായ ചർച്ച വന്നത് എന്നുള്ളത്. അപ്പൊ കുറച്ച് ആൾക്കാരെ അനുഭവം ഒന്ന് കേട്ടു നോക്കാം. ഇവരൊക്കെ നേരം വെളുക്കുമ്പോൾ ഈ യൂണിഫോം ഇട്ടാണ്ട് ഇവിടെ വന്ന് നിൽക്കുന്നത് തീവ്രവാദം ഉണ്ടാക്കാനാണോ അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാനാണോ എന്നുള്ളത് ഇവരോട് തന്നെ ചോദിക്കാം. ഇത് നമ്മളെ കോയക്കാണ് കേട്ടോ. കോയക്ക, എന്റെ പേര് MT കോയ, മേലങ്ങാടി. ഞാൻ 1.5 വർഷമായി യോഗ വന്നിട്ടുണ്ട്. എനിക്ക് ഷുഗർ ഇതിന് മുമ്പ് 480 വരെ ഉണ്ടായി. ഇപ്പോൾ വർഷം കാലുവയറ്റിൽ ഷുഗർ ടെസ്റ്റ് ചെയ്തപ്പോൾ 280 ഉണ്ടായി. ഇപ്പോൾ 88 ഉള്ളൂ. ഭക്ഷണം കഴിച്ചിട്ട് 123 ഉള്ളൂ. എനിക്ക് വളരെ സുഖമാണ്. എൻ്റെ കാല് മുട്ട് മടങ്ങൂലേനി. ഇപ്പോൾ കുറേ ഇരിക്കാൻ കഴിയുന്നുണ്ട്. എനിക്ക് വളരെ യോഗ കൊണ്ട് വന്നത് വളരെ സുഖമാണ് എനിക്കുള്ളത്. ഞാൻ ഡെയിലി വരും. ഞാൻ ഇപ്പോൾ 1.5 കൊല്ലത്തോളമായി ഇതിൽ വരുന്നുണ്ട്. എനിക്ക് വളരെ ആശ്വാസമാണ്. ഷുഗറൊക്കെ വളരെ കുറവാണ്. പിന്നെ ഞാനിപ്പോൾ ഒരു 2 മാസമേ ആയിട്ടുള്ളൂ ഇതിന് വരൽ വെച്ചിട്ട്. അപ്പം ഞാനിപ്പോൾ മെയിനായിട്ട് വയറ് സംബന്ധമായിട്ടുള്ള അതായത് വയറ് വലുതാകുന്ന ചുരുങ്ങി കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷ എനിക്കുണ്ട് ഇതുകൊണ്ട്. അപ്പം ഞാൻ ഇതിൻ്റെ മുമ്പ് നേരത്തെ ഇതിൽ വന്ന ആൾക്കാരുടെയൊക്കെ അവരൊക്കെ അഭിപ്രായത്തിൽ അവർക്കൊക്കെ നല്ല ആശ്വാസമുണ്ട്, ശാരീരികപരമായിട്ട് നല്ല സുഖമുണ്ട് എന്നെല്ലാം കേട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനും ഇതിൽ വന്നിരിക്കുന്നത്. എനിക്ക് ഇതിൻ്റെ വന്നിടത്തോളം എനിക്ക് മനസ്സിലായിരിക്കുന്നത് ഇത് നമ്മൾ ശാരീരികപരമായിട്ടുള്ള ഒരു സുഖം ഇതിന് കിട്ടുന്നുണ്ട്. അത് പിന്നെ മറ്റുള്ള നമ്മളിപ്പോൾ ഇന്നിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന മാതിരിയുള്ള ഒരു പ്രവൃത്തികളും ഇതിൽ നമ്മളിത് കാണുന്നില്ല. പിന്നെയാണ് കാരണം എല്ലാ മതസ്ഥരും ഇതിൽ കാണുന്നുണ്ട്. പിന്നെ രാഷ്ട്രീയപരമായിട്ടും എല്ലാവരും ഉണ്ട്, ഇസ്ലാമികപരമായിട്ടും എല്ലാ വിഭാഗങ്ങളും ഉണ്ട്. ഇതിലൊന്നും ഒരു തീവ്രവാദമായിട്ട് നമ്മൾ കാണുന്നില്ല. പക്ഷെ അവൻ്റെ ശരീരത്തിന് ഒരു സുഖം കിട്ടണോ മാക്സ് 7ൽ വന്നോളി, അവർക്ക് അതൊരു ഉപകാരപ്പെടും. ഞാൻ മുകുന്ദൻ, ഫയർ സർവീസിൽ നിന്ന് റിട്ടയർ ആയതാണ്. അപ്പോൾ നമ്മളെ ഈ യോഗ ഈ മാക്സ് 7 ഇവിടെ തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെ ഇതിലുണ്ട്. ഏതാണ്ട് ഒരു 1.5 വർഷമായി. നമ്മളിതിൽ ജാതി ഭേദ മതം അങ്ങനെയുള്ള ഒന്നുമില്ല, രാഷ്ട്രീയം ഒന്നുമില്ല. അങ്ങനെയുള്ളൊരു ഒരു കൂട്ടായ്മയാണ് ഇതിൽ. ഇത് രാവിലെ ഇവിടെ ഒരു 6 മണിക്ക് 6:30 ഇവിടെ ഗ്രൗണ്ടിൽ വന്നിട്ട് ഇത് ചെയ്യുന്നതിനെ കൊണ്ട് നമുക്ക് പല ഗുണങ്ങളുണ്ട്. എന്നെ സംബന്ധിച്ച് പറയാൻ എനിക്ക് ഷുഗർ പേഷ്യൻ്റ് ആയിരുന്നു. ഞാൻ ഒരു ഫാസ്റ്റിങ്ങിൽ ഒരു 300 ഉണ്ടായിരുന്നു എനിക്ക്. ഇപ്പം ഞാൻ മരുന്ന് കുടിച്ചിട്ടും അതിൻ്റെ ലെവൽ കുറയുന്നില്ല. അങ്ങനത്തെ സാഹചര്യം വന്നപ്പോൾ വീണ്ടും ഈ മാക്സ് 7ൽ ഒരു മെമ്പറായി. അത് ഈ എക്സസൈസ് തുടങ്ങിയ അന്ന് മുതൽ അതിന് നല്ല മാറ്റം വന്നു. ഇന്നൊരു നോർമൽ റേഞ്ചിലാണ് ഷുഗറിൻ്റെ നിൽക്കുന്നത്. എനിക്കിതെല്ലാം കൊണ്ടും ഇതിന് ഗുണമായിട്ടാണ് കാണുന്നത്. ഒരു എക്സസൈസ്, അതിനപ്പുറത്തൊരു തീവ്രവാദം എന്തുണ്ടോയെന്ന് എനിക്കറിയുന്നില്ല. കാരണം ഞാൻ ഫയർ സർവീസിൽ 1 വർഷം ട്രെയിനിങ് നടന്ന ആളാണ്. ആ ട്രെയിനിങ്ങിൻ്റെ കുറേ ഭാഗങ്ങൾ ഇതിലുണ്ട്. അതിൽ വരുന്ന എക്സസൈസിൻ്റെ കുറേ ഭാഗങ്ങൾ ഇതിലുണ്ട്. ഞാൻ നോക്കിയിട്ട് ഇപ്പോൾ അതിലൊന്നും കാണുന്നില്ല. അത് നമ്മൾ പറയുന്നവരോട് പറയും, നമ്മളത് തുടർന്നുകൊണ്ടേയിരിക്കും. എനിക്കത്രേ പറയുള്ളൂ. പ്രധാനപ്പെട്ടൊരു വ്യക്തിയാണ് റഫീഖ്. നമ്മുടെ ഭിന്നശേഷി സഹോദരങ്ങൾ നമ്മളൊക്കെ അകറ്റി നിർത്തുമ്പോൾ നമ്മുടെ മേലങ്ങാടി മാക്സ് 7 എന്നും ചേർത്ത് പിടിക്കുകയാണ് ചെയ്യുന്നത്. റഫീഖിന്റെ ഒരു സഹപാഠിയും കൂടെയാണ് കേട്ടോ. റഫീഖ് സുഖല്ലേ? ജാഫറൊക്കെ എന്താണ് റഫീഖിന്റെ ഇപ്പോഴത്തെ അവസ്ഥ? റഫീഖിന്റെ അവസ്ഥ എന്ന് പറയാൻ ഇവിടെ വന്ന അന്ന് തൊട്ട് ഞങ്ങൾ എന്നാണോ ഇത് സ്റ്റാർട്ട് ചെയ്തത് അന്ന് തൊട്ട് ഇന്ന് വരെ ഒരു ദിവസം മുടങ്ങാതെ ഈ ക്യാമ്പിൽ ഈ മാക്സ് 7ൽ ഒരംഗമായിട്ടും അതുപോലെ തന്നെ ഞങ്ങളേറ്റവും കൂടുതൽ പ്രസരിപ്പോടും ഉന്മേഷത്തോടും കൂടി പ്രവർത്തിക്കുന്ന ഒരു സെന്ററിലെ ഒരു മെമ്പറാണ് ഞങ്ങളെ പിന്നെ ഈ റഫീഖ്. ഇവരെ പ്രത്യേകിച്ച് പറയാൻ തന്നെ അവന്റെ കൈകൾ കണ്ടോ, ഈ കൈകളൊക്കെ ആയിരുന്നു അതൊന്നും നേർക്ക് നീരൂലായിരുന്നു. ഇപ്പൊ ഞമ്മക്ക് വന്നിട്ട് അതിൻ്റെതായിട്ടുള്ള എല്ലാ പ്രവൃത്തിയും ചെയ്യും. പക്ഷെ ഞങ്ങളെ ഈ സെന്ററിലെ എല്ലാമാണ് എല്ലാരും അന്വേഷിക്കും. ഒരാൾ അന്വേഷിക്കും. അതുപോലെ തന്നെ അവര് ജോലി എടുക്കുന്ന കടകളിൽ വരെ പോയി അന്വേഷിക്കും എന്താ വരാ. അപ്പൊ അത്രയും ഞങ്ങളൊരു മെമ്പറാണോ. സുഖല്ലേ? എനിക്കെന്താ പറയാനുള്ളത്? എനിക്ക് കഴിയുന്ന രീതിയിൽ മാറ്റമുണ്ട്, മാറ്റമുണ്ട്, നല്ല മാറ്റമുണ്ടല്ലേ.
അപ്പൊ മാക്സവനെ കൊണ്ടുള്ള ഗുണങ്ങൾ ഇതൊക്കെയാണ്. അപ്പളേ ആരൊക്കെയോ ഈ മാക്സവനെ ഭയക്കുന്നുണ്ട്. അത് എന്തിനാണ് എന്നുള്ളത് അവർക്ക് തന്നെ അറിയില്ല. പക്ഷെ മാക്സവന്റെ ഈ വളർച്ച എന്തിനാണ് നിങ്ങൾ പേടിക്കുന്നത്? അത് അധികവും ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം അതൊരു രാഷ്ട്രീയ നഷ്ടങ്ങൾ മറ്റുള്ളവർക്ക് വരുമെന്നാണ്. ഈ മാക്സവൻ വളർന്ന് വലുതായ വലിയൊരു രാഷ്ട്രീയ പാർട്ടിയായി മാറും, അല്ലെങ്കിൽ വലിയൊരു സംഘടനയായി മാറും എന്നുള്ളതൊക്കെയാണ് ഓരോരുത്തരുടെ തെറ്റിദ്ധാരണ. അതെന്തിനാ? ഈ രാഷ്ട്രീയ മുതലെടുപ്പ് ഉള്ള ആളുകളോട് മാത്രമേ, അവർക്ക് മാത്രമേ അങ്ങനെ തോന്നുള്ളൂ. ഇത് ഇവരൊക്കെ സംബന്ധിച്ചിടത്തോളം ഇവരെ ആരോഗ്യം മാത്രമേ ഇവരെ ഇതിൽ ലക്ഷ്യമുള്ളൂ. നല്ലൊരു സൗഹൃദ ബന്ധം, രാവിലെ തന്നെ എണീറ്റ് വന്ന് താണ്ടില്ലേ 60-70 വയസ്സുള്ള ഒരു നല്ല ടീഷർട്ടും ഫാൻ്റൊക്കെ ഇട്ട് വന്ന് നല്ല സുന്ദരന്മാരായി നമ്മളെ മുന്നിൽ നിൽക്കുക, അവർക്ക് മരണം വരെ നല്ല ആരോഗ്യം കിട്ടുക, അത്രേ ഇവരെ ഉദ്ദേശം ലക്ഷ്യമുള്ളൂ. അപ്പം മാക്സവനെ പറ്റിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായ നിർദ്ദേശം ഇതിൽ കമൻ്റ് ആയിട്ട് ചെയ്താൽ ഓക്കെ ബൈ.